മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയുടെ സമയമാണ്. ഇന്നത്തെ അതിഥി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് ഈ ചുരുക്കിയ വേണി എന്ന തമിഴ് മ്യൂസിക്കൽ ആൽബത്തിലെ അഭിനേതാക്കളാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത്. അമൃത, ഡയാന എന്നിവരാണ് അതിഥികൾ. ഇവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണ് ഉള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യം തന്നെ വേണി എന്ന ഒരു തമിഴ് മ്യൂസിക്കൽ ആൽബം പ്രണയത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ആൽബം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? ഞാൻ ഈ പാട്ട് പാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊരു ശരിക്കും മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു ആൽബമാണ് വേണി. സോ എനിക്ക് ഈ ഡയറക്റ്റ് ചെയ്ത് അക്കി ചേട്ടനാണ് ഈ ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുന്നത്. സോ ഓൾറെഡി ഈ വേണിയിലെ എല്ലാ മെമ്പേഴ്സിനെ എനിക്ക് പരിചയമുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഈ വേണിയിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, ഒപ്പം അമൃതയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഡയാന, താങ്കൾ ഈ ഒരു ആൽബത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? നമസ്കാരം. ഞാൻ ചാനലിൽ അവതാരകയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയത്തിന്റെ പുറത്ത്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഇതിലോട്ട് എത്തുന്നത്. അക്കി വിനായക് എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ആൽബത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഇതുപോലെ ചാനൽസിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു. സോ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എത്തിപ്പെട്ടതാണ് വേണിയിലേക്ക്. ഓക്കെ, എന്തായാലും മധുരക്കാരിയായ വേണിയെ പ്രണയിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ഒരു ആൽബത്തിലൂടെ പറയുന്നത്. എന്തായാലും ചിത്രത്തിൽ ആ ഒരു ആൽബത്തിൻ്റെ ട്രെയിലറും നമുക്കൊന്ന് കാണാം. ഡയാന, ഇപ്പോൾ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രണയത്തിൻ്റെ ഒരു പുത്തൻ ഭാവങ്ങളാണ് വേണി എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. എന്ത് പുത്തൻ ഭാവങ്ങളാണ് വേണി എന്ന ഈ ഒരു തമിഴ് മ്യൂസിക്കൽ ആൽബത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഭാവത്തിന്റെ പുത്തൻ ഭാവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയത്തിന്റെ പുത്തൻ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ജെന്റിലാണ്, വളരെയധികം എന്താ പറയാ, മനോഹരമാണ്, ഒരു സ്വപ്നം പോലെ. ഇതിലാ നായകൻ സ്വപ്നം കാണുന്നതാണ് അവന്റെ പ്രണയം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഫ്രഷ് ആയിട്ട്, വളരെ മനോഹരമായിട്ട്, വളരെ സിമ്പിളായിട്ട് എടുത്തിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. അത് തന്നെയാണ് ആ ഒരു ഭാവം തന്നെയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അമൃതയിലേക്ക്. അമൃത, താങ്കളൊരു ഗായിക കൂടിയാണ്. താങ്കൾക്ക് ഈ ഒരു ആൽബത്തിലൂടെ ശരിക്കും സംഗീതരംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചിരിക്കുന്നു, പ്രേക്ഷകരിലേക്ക് കടന്നു വരാൻ സാധിച്ചിരിക്കുന്നു. അമൃത പാടുമോ? ആ പാട്ട് പാടാനാണോ? തീർച്ചയായിട്ടും. நெஞ்சுக்குள்ளே நான் துடிக்கிறேன், இதயமாய் நீ மாறுவே, நீ சேர்க்கிறேன் என் உயிரிலே, என் வேணிக்குள்ளே நீ நுழையுமே, என் மொழியாய் மாறி நீ பாடுவே, கண்ணரம்புக்குள்ளே நீ ஓடுகிறே, உன் நெஞ்சுக்குள்ளே நான் துடிக்கிறேன், என் இதயமாய் நீ மாறுவே. ഈ ആൽബത്തിന്റെ ഡയറക്ടറായ അക്കി ചേട്ടൻ തന്നെയാണ് ഈ പാട്ടിന്റെ ലിറിക്സും എഴുതിയിട്ടുള്ളത്. ജിബിൻ TS ചേട്ടനാണ് ഈ പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് ശരിക്കും ഈ പാട്ട് ട്രാക്ക് അയച്ചു തന്നപ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വളരെ ഡിഫറെൻറ്റ് മൂഡുള്ളൊരു ഗാനമായിരുന്നു. സോ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പാടിയൊരു ഗാനമാണിത്. എന്തായാലും ഈ ഒരു ആൽബം യൂട്യൂബിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർ ഒരുപാട് പേര് കണ്ടു. നല്ല മികച്ച പ്രതികരണമാണ് വേണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംവിധായകൻ ചിത്തു ജോസഫ് അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഈ ആൽബം ഷെയർ ചെയ്തിട്ടുള്ളത്. അതെ, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് ഈ വേണി ഇത്രയും പോപ്പുലർ ആയത്. അതുപോലെ തന്നെ അതിൻ്റെ സംഗീതം അത് വേറൊരു വലിയൊരു ഫാക്ടറാണ്. ഭയങ്കര സൂതിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ് ഈ ആൽബത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ശ്രീകുമാർ ചേട്ടനാണ്. വളരെ നല്ല വിഷ്വൽസ് ആണ്, നല്ല ഷോട്ട്സ് ആണ്, നല്ല ഫ്രെയിംസ് ആണ്. സോ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പാക്കേജ് ആയിരുന്നു വേണി. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അത് പോപ്പുലർ ആകാൻ കാരണം.
ഓക്കെ, ആൽബത്തിലെ അഭിനേതാവ് ഡയാന. ഡയാന, ഈ ആൽബത്തിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ചിട്ടൊന്ന് പറയൂ. മധുരക്കാരിയായിട്ടുള്ള വേണിയോടുള്ള പ്രണയം, അതാണല്ലോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. പറയൂ, ആൽബത്തെക്കുറിച്ച് പറയൂ. അതെ, മധുരക്കാർ ജോലിക്കാരാണ് നിങ്ങൾ. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു ആൽബത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ശരിക്കും ജോലി തിരക്കിനിടയിൽ നിന്നും എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ആൽബം പൂർത്തീകരിക്കാൻ സാധിച്ചത്? നമ്മൾ ഏകദേശം 2 ദിവസത്തോളമാണ് ഇതിനായിട്ട് മാറ്റി വെച്ചത്. ഫുൾ ഡേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, രാത്രി വരെ നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തു. പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനൊരു സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടി പുറത്തു കൊണ്ടുവരാനായിട്ട് ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ളവരാണ്. എല്ലാ മേഖലയിലുള്ളവർക്കും ഒത്തിരി പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് വി വർ സോ എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. അപ്പോൾ 2 ദിവസമായിരുന്നു ഷൂട്ട്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. വളരെ ഫണ്ണായിട്ടും വളരെ സിമ്പിളായിട്ടൊക്കെ ആയിരുന്നു ആ ഷൂട്ടിംഗ് ഷെഡ്യൂൾസ് ഒക്കെ പോയത്. എല്ലാവരും ഒത്തിരിയധികം എൻജോയ് ചെയ്ത് ചെയ്തു. തീർച്ചയായിട്ടും ഒരു തമിഴ് ആൽബം എന്നുള്ള നിലയിൽ തമിഴ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മിക്കവാറും ഒരു മധുര ബേസ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥ പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലാണോ ചിത്രീകരണം നടത്തിയത്? അല്ലല്ല, കേരളത്തിൽ തന്നെയായിരുന്നു, ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു ചിത്രീകരണം. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരുവിധം പരിചിതമായ ലൊക്കേഷൻസ് തന്നെയായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ വിജയം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യൂട്യൂബിൽ വളരെയധികം ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ മ്യൂസിക്കൽ ആൽബം. പ്രത്യേകിച്ച് ഈ ഒരു വിജയത്തിന് ശേഷം തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ മനസ്സിലുണ്ടോ നിങ്ങളുടെ ഇത്തരത്തിലുള്ള? അത് നമ്മുടെ ഡയറക്ടർ പറയണം അല്ലേ? അതെ, ഈ ഒരു ഫുൾ ഐഡിയ എന്ന് പറയുന്നത് അക്കിച്ചേട്ടൻ്റെ ആയിരുന്നു. ഈസ് ദി റിയൽ മാൻ, ലൈക്ക് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെയാണ്. സോ പുള്ളിക്കാരൻ എന്തെങ്കിലും ഐഡിയാസ് ഇനി ഉണ്ടോ എന്നറിയില്ല. സോ എന്തായാലും കലാകാരനല്ലേ, ഇതുപോലുള്ള ഐഡിയാസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ വരുന്നുണ്ടായിരിക്കും. ഡയാനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഡയാന ഒരു അവതാരക കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു ആൽബം വൈറലായിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അഭിനയ രംഗത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനാണോ താല്പര്യം? ഒരുപക്ഷെ ഇതുപോലുള്ള നല്ല വർക്ക്സിൻ്റെയൊക്കെ ഭാഗമാകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടെ ചെയ്യും. അമൃതയോട് കൂടി ഒരു ചോദ്യം. അമൃത, തീർച്ചയായിട്ടും വേണി ഒരു പ്രണയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തമിഴ് മ്യൂസിക്കൽ ആൽബമാണ്. താങ്കൾ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് പ്രണയമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ച് പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച് ചെയ്താലല്ലേ അത് നല്ല രീതിയിൽ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ അമൃത, മുമ്പ് ഡയാന സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണയത്തിൻ്റെ പുത്തൻ ഭാവങ്ങളെക്കുറിച്ച് ഡയാന പറയുകയുണ്ടായി. അമൃതയ്ക്ക് എന്താണ് ഈ പ്രണയത്തിൻ്റെ പുത്തൻ ഭാവങ്ങൾ, വേണിയിലൂടെ വന്നിരിക്കുന്ന പുത്തൻ ഭാവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡയാന പറഞ്ഞ പോലെ തന്നെ ശരിക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിലെ നായകന് എങ്ങനെ തൻ്റെ പ്രണയം വേണമെന്ന ആഗ്രഹമാണ് ആ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദി ആൽബം കാണിച്ചിരിക്കുന്നത്. സോ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഡയാന പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. ഒപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംവിധായകൻ ജിത്തു ജോസഫ് അടക്കമുള്ള ആളുകൾ, മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ആൽബം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തു തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. സാറ് ആ ആൽബം കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ സാർ ഷെയർ ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അഭിനന്ദനം എന്ന് പറയുന്നത്. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. എന്തായാലും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ് ഈ ഒരു മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ. എല്ലാവിധ ആശംസകളും നേരുന്നു വേണി എന്ന ഈ തമിഴ് മ്യൂസിക്കൽ ആൽബത്തിന്. തുടർന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയ ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇതോടെ പൂർണ്ണമാവുകയാണ്.